ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഷോർട്ടാണ്, ചെറിയ വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട്, പരിഹാസ വീഡിയോ ആണത്. BJPക്കാർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ BJP മേയർ ഉണ്ടാവും, ഉണ്ടാവാനോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നൊരു വീഡിയോ. അത് ബൂമാറാങ്ങുമ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ വന്നപ്പോൾ സ്വീകരിച്ചത് VV രാജേഷ് എന്ന് പറഞ്ഞ BJPക്കാരനാണ്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് VV രാജേഷും ആശാനാഥും, പിന്നെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, പിന്നെ BJPയുടെ നേതാക്കൾ, രാജീവ് ചന്ദ്രശേഖർ അടക്കം, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള വലിയ നേതാക്കളായിരിക്കും. എന്തായാലും മോദി തിരുവനന്തപുരത്ത് വരും. മോദി ഇതിനു മുമ്പ് 2 പ്രാവശ്യം തൃശ്ശൂർ പോയിരുന്നു. അമിത്ഷാ തൃശ്ശൂർ പോയിരുന്നു. അങ്ങനെ വർഷങ്ങളോളം CPM വെള്ളം കോരുകയും CPI വെള്ളം കോരുകയും കോൺഗ്രസ് വെള്ളം കോരുകയും ചെയ്യുന്ന മണ്ഡലത്തിൽ 1, 2, 3 വിസിറ്റ് കൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനുള്ള പ്ലാൻ അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരുമ്പോൾ മോദിയുടെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കലല്ല. 2026-ലെയും 2031-ലെയും 2036-ലെയും തെരഞ്ഞെടുപ്പിൽ BJPയുടെ അധികാരത്തിൽ കയറ്റുക എന്നുള്ളത് തന്നെയാണ്. 1987-ൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ ഗുജറാത്ത് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ ആദ്യത്തെ BJP ഭരണം വന്നെങ്കിൽ പിന്നെ അവർ ഗുജറാത്ത് പിടിച്ചു. അതുപോലെ ഞങ്ങൾ തിരുവനന്തപുരം വെച്ചുകൊണ്ട് കേരളം പിടിക്കും. അപ്പോഴുമുള്ളൊരു രസകരമായ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരെ BJPക്ക് അത്ര കണ്ട് അനുകൂലമായ വാർത്തകൾ വന്നിട്ടില്ല. ത്രികോണ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുമെങ്കിലും 1, 2 മണ്ഡലത്തിൽ BJP ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിടത്തുനിന്ന് മാറി ഇപ്പോൾ വളരെ നേരത്തെ തന്നെ BJP 5 സീറ്റ് പിടിക്കും, അവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, അവിടെ സ്ഥാനാർത്ഥി നിർത്തും, ഇവിടെ സ്ഥാനാർത്ഥി നിർത്തും എന്ന് പറഞ്ഞ് BJPയെ ഒരു വളരെ കൃത്യമായി കണക്കിലെടുക്കേണ്ട ഒരു പാർട്ടിയാണെന്നും NDA കണക്കിലെടുക്കേണ്ട ഒരു മുന്നണിയാണെന്നുള്ള നിലയിൽ കടുകട്ടി BJP വിരുദ്ധ ചാനലുകൾ പോലും മുന്നോട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ TV അടക്കമുള്ള ആളുകൾ കടുകട്ടിയായി CPMനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ കൈരളിയേക്കാൾ കൂടുതൽ CPMനെ സപ്പോർട്ട് ചെയ്യുന്ന ആങ്കർമാരുള്ള അല്ലെങ്കിൽ റിപ്പോർട്ടർമാരുള്ള റിപ്പോർട്ടർ ചാനൽ, അതിൻ്റെ മേധാവിയൊക്കെ അങ്ങനെ തന്നെയാണ്. മറ്റേ മരമുട്ടി കേസിൽ സഹായിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മരമുറി കേസിൽ സഹായിക്കുന്നുണ്ട് പിണറായി വിജയൻ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ആ ചാനലുകൾ പോലും പറഞ്ഞു തുടങ്ങി BJPയെ അവഗണിക്കാൻ കഴിയില്ല. ആദ്യമൊക്കെ അരുൺ പറഞ്ഞത് ഇത് അശ്ലീലമാണ്, ഇത് സദാചാര വിരുദ്ധമാണ്, സങ്കല്പിക്കാൻ കഴിയില്ല, ഉറക്കം വരുന്നില്ല, പിന്നെ വലിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് BJP അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നു, ഒന്ന് അംഗീകരിച്ച് തുടങ്ങി. കേരളത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് BJP തുറക്കുന്നത്. ആ തുറക്കലിൻ്റെ ഒരു താക്കോൽ ആയിട്ടാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നത്. അവർ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പദ്ധതികൾ, മിക്കവാറും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അർബൻ മിനിസ്ട്രി തന്നെയുണ്ട്, അർബൻ എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയുണ്ട്, അർബൻ എൻവയോൺമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നേരത്തെ നടന്നു, അമൃത പദ്ധതിയുണ്ട്. ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് നഗരത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി മുകളിലോട്ട് കൊടുത്താലും പ്രോജക്റ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ തരത്തിൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയും കിട്ടുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയും തിരുവനന്തപുരം നഗരസഭയെ അഴിമതി വിരുദ്ധമായി, എന്തായാലും അഴിമതി ചെയ്യാൻ പറ്റത്തില്ല, കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെയും സംസ്ഥാന BJPയുടെയും കേന്ദ്ര BJPയുടെ നല്ലൊരു വിജിലൻസ് മോണിറ്ററിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അഴിമതിക്കുള്ള സ്കോപ്പ് വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഷയമാണ് വികസനം. അപ്പോൾ തീർച്ചയായിട്ടും വികസിത തിരുവനന്തപുരം കൊണ്ടുവരുന്നതിൽ, അത് കേരളത്തിലാകെ പ്രചരിപ്പിക്കുന്നതിൽ, പകർത്തുന്നതിൽ വലിയ പങ്കാണ് നരേന്ദ്രമോദി വരുന്നതിലൂടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ചാനലുകൾ, പത്രങ്ങൾ നാളിതുവരെ ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അവസാന റൗണ്ടിൽ എത്തുമ്പോൾ അത് UDF LDFിലേക്ക് പോകുന്നതായി കാണിക്കുകയും BJP അപ്രസക്തമാണെന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. വളരെ നേരത്തെ തന്നെ, ഇപ്പോൾ ന്യൂസ് 18 എടുക്കുക, റിപ്പോർട്ടർ എടുക്കുക, മനോരമ എടുക്കുക, എല്ലാ ചാനലുകളും, 24 എടുക്കുക, എല്ലാ ചാനലുകളും വളരെ കൃത്യമായി ഈ നരേന്ദ്രമോദി വരുന്നതും ശബരിമല കൊള്ളയും അതുപോലെ PM ശ്രീ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ബൂമാറാങ്ങുകയും അതെല്ലാം ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടായി വന്ന് അവരുടെ തോൽവിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞു തുടങ്ങി. ഇന്നലെ 24 നോക്കിയപ്പോൾ
24-ന്റെ ന്യൂസ് അവർ പോലുള്ള ചർച്ചയിൽ ശ്രീകണ്ഠൻ നായരാണ് വന്നിരിക്കുന്നത്. സാധാരണ ഗോപികൃഷ്ണനും ഹാഷ്മി താജുദ്ദീനും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ശ്രീകണ്ഠൻ നായർ തന്നെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നേരം വെളുത്തു എന്ന് തോന്നുന്നു. അദ്ദേഹം വന്നിരുന്ന് വളരെ ശബരിമല കൊള്ളയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചയൊക്കെ നടന്നു. രമേശ് ചെന്നിത്തലയും വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ എല്ലാവരും മോദിയുടെ ഈ വരവിനെ BJPയുടെ കേരളത്തിലെ ഒരു താക്കോൽ തുറക്കലായി, കേരളത്തിൻ്റെ പൂട്ട് തുറക്കലായി കാണുന്നുണ്ട്. ആ തുറക്കലിൽ 5 സീറ്റാണോ 10 സീറ്റാണോ 20 സീറ്റാണോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേമം ഉൾപ്പെടെയുള്ള വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരം കോവളവും കാട്ടാക്കടയും തിരുവനന്തപുരം നോർത്ത് സെൻട്രലും അങ്ങനെ കൊല്ലത്തെ പല മണ്ഡലങ്ങളും പത്തനംതിട്ടയിലെ മണ്ഡലങ്ങളും അടക്കമുള്ളതിനെ കാണുന്നതിൻ്റെ ഒരു ഷോക്കേസ് പീസായിട്ടുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഒരു സമ്മേളനമായിരിക്കുമോ തിരുവനന്തപുരത്ത് നടക്കുന്നത്? അതൊരു മഹാസമ്മേളനമായി തിരുവനന്തപുരം മാറുമോ? കേന്ദ്രമന്ത്രിമാർ എത്ര പേർ വരും? അത് മോദി മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ അർബൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നഗരവുമായി വികസനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ മന്ത്രിമാരും കൂടി ഒക്കെ വരാനും യോഗി ആദിത്യനാഥ് സന്ദർശിക്കുമെന്ന് പറയുന്നു. ഇൻഡോറിൻ്റെ മേയർ അവിടുത്തെ മാലിന്യ സംസ്കരണ പരിപാടികൾ ഇവിടെ പകർത്താനായിട്ട് ഇവിടെ വരുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ ഹോപ്പ്, ഒരു പ്രതീക്ഷിക്കാവുന്നതിൻ്റെയും 200 മടങ്ങ് പ്രതീക്ഷയാണ്. സ്വപ്നങ്ങളുടെ രാജകുമാരന്മാരായിട്ടാണ് എല്ലാവരെയും മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് BJP. പക്ഷെ അതെല്ലാം പരിമിതമായ റിസോഴ്സിൽ നിന്നുകൊണ്ട്, അത് സാങ്കേതികമാവട്ടെ സാമ്പത്തികമാകട്ടെ എന്തോ ആവട്ടെ, പരിമിതമായ റിസോഴ്സിൽ നിന്നുകൊണ്ട് ചെയ്യുമോ, അതോ യാതൊരു ലോഭവുമില്ലാതെ രാജ്യത്തെയും സമൂഹത്തിലെയും എല്ലാ സാങ്കേതിക വിദ്യകളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു കോർപ്പറേഷൻ പ്രദേശം, ഒരു മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റുമോ? ഒരു പരിസ്ഥിതി സൗഹൃദ, കാലാവസ്ഥാ സൗഹൃദമായിട്ടുള്ള വളരെ മനോഹരമായ ഒരു ടൂറിസമൊക്കെ നടക്കുന്ന ഒരു സിറ്റിയായി തിരുവനന്തപുരം മാറുമോ? നമുക്ക് എന്തായാലും കാത്തിരുന്നു കാണാം. നരേന്ദ്രമോദി വരട്ടെ. മോദിയുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും കേരളത്തിലെ ചാനലുകൾ പട്ടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്.